ഇപ്പോൾ അമ്മയിലാണെങ്കിൽ ഇലക്ഷൻ നടത്തുമ്പോൾ സ്ത്രീകൾ മത്സരിക്കുന്നതിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കുറവ് വോട്ടായിരിക്കും കിട്ടുക പുരുഷന്മാരെ അപേക്ഷിച്ച്. ഇവൻ കഴിഞ്ഞ ഇലക്ഷനിലും എനിക്ക് ഫീൽ, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, ഇതിനകത്ത് വേറെ ആരെയും പിടിച്ചിടണ്ട. അപ്പം പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുന്നത്, സ്ത്രീകൾക്ക് കുറവ് വോട്ട്, ഏറ്റവും കുറവ് വോട്ട് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും. അതെന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നോട് കൂടിയിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനും അതിൽ നന്നായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് എടുത്ത് സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു, തിരിച്ചറിയുന്നു. അപ്പോൾ എല്ലാവരും ഒന്നാണ്, സ്ത്രീകളൊക്കെ ഒന്നാണ് എന്നുള്ളൊരു ഫീല് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ലോഗോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല. ആദ്യം ഉപയോഗിച്ചിരുന്നല്ലോ അമ്മയുടെ ലോഗോ. ആര് പറഞ്ഞു ഇതൊക്കെ? നിങ്ങൾക്ക് ഇതാണോ ജോലി, ഈ അമ്മയുടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ? അമ്മയുടെ ലോഗോ തുടങ്ങിയ സമയത്ത് ഏത് അതിന്റെ ഡി പി ആയിട്ടോ? ഞാൻ എന്നെ ആഡ് ചെയ്തത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്നെ ആഡ് ചെയ്തപ്പോൾ തൊട്ട് അതിൻ്റെ ലോഗോ കുറച്ച് സ്ത്രീകളുടെ ഒരു ഫേസാണ്, ചുമ്മാ ഒരു പെയിന്റിംഗ് പോലത്തെ കുറച്ച് സ്ത്രീകൾ. അമ്മയുടെ പെൺമക്കൾ എന്നാണ് ഗ്രൂപ്പ്. അമ്മയുടെ പെൺമക്കൾ എന്നാണ്. ഇനി ഞാനിത് ഇവിടെ ഇരുന്ന് പറഞ്ഞതിന് ഇനി അമ്മയുടെ പെൺമക്കളെല്ലാം കൂടെ എന്നെ പുറത്താക്കുമെന്ന് എനിക്കറിയത്തില്ല. അല്ല, എനിക്കിത് പറയാൻ പറ്റുമെന്നും അറിയില്ലായിരുന്നു. ഇതിനിപ്പോൾ ഞാനിവിടെ പറഞ്ഞത് പ്രശ്നമാകുമോ എന്ന് എനിക്കറിയില്ല. അലി അറിഞ്ഞു, ചോദിച്ചു. അലി അറിഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാനിത് റിവീൽ ചെയ്തത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല പുറത്തു വിട്ടാൽ. നമ്മളിപ്പോൾ ഒരു തെറ്റായ ഒരു കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞു, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം അത് പറയുന്നതിന് പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ അത് തുടങ്ങിയവർ പിന്നെ എന്തിനാണ് തുടങ്ങിയത്? ചോദ്യം കറക്റ്റാണ്. അത് രഹസ്യമല്ലല്ലോ. ഇപ്പോൾ ഈ 150 പേര് ആഡായിട്ടുണ്ട്, 150 പേരുടെ വഴിയിൽ നിന്ന് അവരത് രഹസ്യമായിട്ട് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടോ? ഞാനോ? ഒരിക്കലും ഇല്ല. ഞാൻ മത്സരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട്? അല്ല, കഴിഞ്ഞ തവണയൊക്കെ അത് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. പേര് വരെ വന്നതാണ്. പേര് വന്നിട്ട് ലാസ്റ്റ് അവിടെ വോട്ടിങ്ങിന്റെ പാറ്റേണിൽ വന്നപ്പം ഷീലു എബ്രാഹിമിനെ പുറത്ത് നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അവിടെ ഒച്ചപ്പാട് വരെ ഉണ്ടായി. എന്തുകൊണ്ട് നോമിനേറ്റ് ആയില്ല? അത് അവിടെ അമ്മയ്ക്കുള്ളിൽ ചോദിക്കണം. അത് തന്നെ ആ ശബ്ദം ഉയർന്നു. എന്തുകൊണ്ട് രവീന്ദ്ര നീ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് തന്നെ എന്റെ പേര് അവിടെ ഉന്നയിച്ച അവിടെ ഒരു ശബ്ദം കുറച്ച് പേര് പറഞ്ഞല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? എവിടെ പോയി ഞാൻ? ഈ ശബ്ദത്തിലൊന്നും ഇല്ലാതിരുന്ന ഒരാളാണ് അവിടെ വന്നത് അല്ലേ? അപ്പൊ എവിടെ ക്വസ്റ്റ്യൻ മാർക്ക്? എവിടെ രവീന്ദ്ര എവിടെ? ആ ക്വസ്റ്റ്യൻ മാർക്ക് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ശബ്ദമുയരാൻ വേണ്ടി സ്ത്രീകൾ ഒരു കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് അതിലൊന്നും മത്സരിക്കാനും താല്പര്യമില്ല, അതിലൊന്നും ഭാഗമാകാനും താല്പര്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടങ്ങ് ആസ്വദിക്കുക, അതൊക്കെ മതി. കിട്ടൂല മോനെ, നീ ഉദ്ദേശിച്ചല്ല. എനിക്ക് കിട്ടി, എനിക്കെല്ലാം കിട്ടിയില്ല. ഞാൻ പറയട്ടില്ലെന്ന്. അല്ലല്ല, ഞാൻ പറഞ്ഞു ഇതാണ് ശരി. ഒരു ചോദ്യം ചോദിച്ചു, ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, തുറന്നു പറഞ്ഞു. അപ്പൊ സമ്മതിച്ചല്ലോ. ഏത്? അല്ലല്ല, ആ കൂട്ടായ്മ. മിസ്റ്റർ ഹൈദരലി, താങ്കൾ സമ്മതിച്ചല്ലോ. ഏത്? കഴിഞ്ഞ 10 നിമിഷമായി താങ്കൾ എന്താണോ ഉദ്ദേശിച്ചത് കിട്ടി, ഉറപ്പായിട്ടും. ഒരൊറ്റ ഡൗട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. പറയുന്നു, നേരത്തെ ആദ്യം പറഞ്ഞ 2 പോയിന്റ് നിങ്ങൾ ചോദിച്ചു. നമ്മുടെ സിനിമയിലേക്ക് എനിക്ക് മനസ്സിലായില്ല. ഇത്ര കുറച്ച് കിട്ടിയ സന്തോഷമാവുന്ന ആളാ ഞാനാ? എനിക്ക് അതല്ല, എനിക്ക് ഉദ്ദേശ സാധനം കിട്ടിയെന്നാണ്. അത് എന്നതാണ് സാധനം? ഇത്ര വലിയ സാധനം ഞാൻ പറഞ്ഞത് അത് എന്നോടൂടൊന്ന് പറയാം. ഈ കൂട്ടായ്മ 2 കാര്യം, എനിക്ക് 2 പോയിന്റാണ് എനിക്ക്. ഒന്ന്, അമ്മയ്ക്ക് വേഗനിസ്റ്റ് ആണോ എന്നുള്ളത്. അത് കിട്ടി. ഉറപ്പായിട്ട് കിട്ടി. എന്തുകൊണ്ട് കഴിഞ്ഞ തവണ അവിടെ എല്ലാവരും പക്ഷത്തിൽ ഒരു പേര് പറഞ്ഞിട്ട് ആ പേരിലേക്ക് എത്തിച്ചില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ആരെത്തിച്ചില്ല? ആരാണ് പേര് പറഞ്ഞത്? പേര് പറഞ്ഞത് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ, അത് ആരൊക്കെയാന്നുള്ളത് അലിക്ക് അറിയാലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന അലിയാണ്. അപ്പം ആരെത്തിച്ചില്ല എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ അതിനൊരു മറുപടി പറയാം. അമ്മയ്ക്കുള്ളിലെ സംഭവമാണ്. അതിന്റെ മറുപടി ഞാൻ പറയാൻ അറിയാനല്ല. അമ്മയ്ക്കുള്ളിലെ സംഭവം ചോദ്യം ഉയർത്തേണ്ട ആള് താങ്കളാണ്. എനിക്ക് ആവശ്യമില്ല. ആ മെമ്പർ ഉയർത്തിയിട്ടില്ല ഇതുവരെ. ഞാൻ ഉയർത്തണം എന്ന് അടി ആഗ്രഹിക്കുന്നു. ഉയർത്തിയിട്ടുണ്ടോ? ഇല്ല. ചോദ്യം ചോദിക്കേണ്ടവര് ചോദിക്കണം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി വരുള്ളൂ. ആരോട് ചോദിക്കും? ആ ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മ. എനിക്കറിയില്ല. രവീന്ദ്ര നീ എവിടെ? സിനിമ എവിടെ പോയി? ഇപ്പൊ ഫുള്ള് അമ്മയായി മൊത്തം. രവീന്ദ്രൻ എവിടെയോ പോലെ ഞാൻ എടുത്തിട്ടത് അമ്മ.
ഞാൻ എടുത്തിട്ടു അമ്മയെന്നും പറഞ്ഞു. അല്ല ശരിക്കും അലി ഇതെങ്ങനെ ഇതൊക്കെ അറിയുന്നത്? ഏത് അലി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? അതാണ് ഞാനൊരു മാധ്യമപ്രവർത്തനായി ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.